ടൗൺഷിപ്പ് നിർമ്മാണം അതിവേഗം പൂർത്തിയാവുകയാണെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ വാർത്താക്കുറിപ്പ്. ആദ്യഘട്ടത്തിലെ 178 വീടുകൾ ഏപ്രിൽ 15ഓടെ പൂർണ്ണമായും സജ്ജമാക്കും. ഇതിൽ 24 വീടുകൾ ഏപ്രിൽ 5ഓടെ തന്നെ കൈമാറാനാണ് അധികൃതരുടെ തീരുമാനം. ഒന്നാം ഘട്ടത്തിൽ പണി പൂർത്തിയായ വീടുകൾ അനുബന്ധ സൗകര്യങ്ങളായ മാലിന്യ സംസ്കരണം, കുടിവെള്ള വിതരണ ലൈനുകൾ, ഭൂഗർഭ വൈദ്യുതി ലൈനുകൾ എന്നിവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ കൈമാറിയ 178 വീടുകൾ തന്നെ ഇപ്പോൾ താമസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അവിടെ ഇനിയും പണി ബാക്കിയുണ്ട്. അതായത് വീട് നിർമ്മാണം പൂർത്തിയായി, വെള്ളം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളൊന്നും നടപ്പായിട്ടില്ല എന്നുള്ള കാര്യം ഒരു പരാതിയായി ഉയർന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിക്കുന്ന ജില്ലാ ഭരണകൂടം. അപ്പോൾ എപ്പോൾ ഇത് പൂർണ്ണമായും സജ്ജമാകുമെന്നാണ് ഇതിൽ പറയുന്നത് ദീപക്? സ്മൃതി, ഈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ പണികൾ പൂർത്തിയായില്ല എന്നുള്ള രീതിയിലൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 178 വീടുകളുടെ ഉദ്ഘാടനം ഫേസ് 1ലാണ് പൂർത്തിയാക്കിയ. ഫേസ് 1ന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി നിർവഹിച്ചത്. ഇന്ന് ഇവിടെ 1300-ലധികം തൊഴിലാളികൾ ഉണ്ട് എന്നാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഫേസ് 3-ൽപ്പെട്ട ഭാഗമാണ്, ഫേസ് 1 അല്ല. പക്ഷെ അവിടെ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ഭൂരിഭാഗം പൂർത്തിയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായൊരു കുറിപ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് ടൗൺഷിപ്പിലെ ഒന്നാം ഘട്ടത്തിൽ പണി പൂർത്തിയായ 178 വീടുകളുടെ അനുബന്ധ സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ കുടിവെള്ള വിതരണ ലൈനുകൾ, ഭൂഗർഭ ലൈനുകൾ എന്നിവയെല്ലാം തന്നെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, 3 മാലിന്യ സംസ്കരണ പ്ലാന്റുകളാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. അതിൽ തന്നെ 3 അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതൊക്കെ ഇവിടെ ജോലിക്ക് വന്ന തൊഴിലാളികൾ. അവർക്കിപ്പോൾ രാവിലത്തെ ഭക്ഷണത്തിന് സമയമാണ്. 1300-ലധികം തൊഴിലാളികൾ ഇന്നിവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒന്നാം ഘട്ട ഉദ്ഘാടനത്തിന് ശേഷം 40 വീടുകളുടെ ചുമരുകെട്ടൽ പണി പൂർത്തിയായി. അതിൽ തന്നെ 178 വീടുകൾ, ഈ ഒന്നാം ഫേസ് 1ലെ 178 വീടുകളുടെ മുഴുവൻ വീടുകളും ഏപ്രിൽ 15-നകം തന്നെ താമസയോഗ്യമാക്കുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ഇവിടെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം അവസാനം, അതായത് നാളെയോടുകൂടി തന്നെ മറ്റുള്ള വീടുകളൊക്കെ തന്നെ പണി പൂർത്തിയാകും. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം ഫേസ് 3-ലാണ്. ഈ ഫേസ് 3-ലും ഇത്തരത്തിൽ പണി വളരെ വേഗത്തിൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ, അതായത് ഈ മേഖലയിൽ കുടിവെള്ളത്തിൻ്റെ ഉള്ള ടാങ്ക്, ഒപ്പം വൈദ്യുതീകരണത്തിനുള്ള ലൈനുകൾ, അവയുടെ നിർമ്മാണ പ്രവൃത്തിയൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഈ 40 വീടുകൾ, അതായത് ഫേസ് 3-ലുള്ള 40 വീടുകളുടെ ചുമരുകെട്ടൽ പണി പൂർത്തിയായി. 14 വീടുകളുടെ പ്ലാസ്റ്ററിംഗ് ജോലികൾ പൂർത്തിയായിട്ടുണ്ട്. സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു. ഒപ്പം 88 വീടുകളിൽ ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വളരെ സജീവമായ രീതിയിൽ തന്നെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ ഊരാളുകളുടെ ചുമതലയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മളോട് അവർ പറഞ്ഞതാണ് 1300-ലധികം തൊഴിലാളികൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മളോട് വ്യക്തമാക്കിയതാണ്. ഇവരിപ്പോൾ ഭക്ഷണത്തിന്റെ സമയമാണ്. ഏതായാലും പണി അതിവേഗം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പണി വളരെ ഊർജ്ജസ്വലമായി നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വളരെ വേഗം തന്നെ 24 വീടുകൾ ഏപ്രിൽ ആദ്യം തന്നെ നൽകും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്.